ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. നല്ല ചൂട് ചായയും കുടിച്ച് റിലാക്സ് ചെയ്ത് അങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്നത്തെ പോലെ തന്നെ ഇന്നും നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആണ്. ചപ്പാത്തിക്കും അപ്പത്തിനും ഒപ്പം കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഭയങ്കര സിമ്പിളാണ്, കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വെൽക്കം ബാക്ക് ടു ട്വിൻസ് കിച്ചൺ. ഇതിനായിട്ട് ആദ്യം നമ്മൾ 2 സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, അതേപോലെ ആവശ്യത്തിന് കറിവേപ്പില, 5 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് നമുക്ക് എണ്ണം കൂട്ടിയും കുറച്ചും കൊടുക്കാം. ഇതിനായിട്ട് 3 മുട്ടയും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാൻ ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3 മുട്ട നമുക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം നമ്മുടെ മുട്ടയൊന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഒന്നും കൂടി നല്ല ഫ്രൈ ആകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ആ സെയിം പാൻ തന്നെ ഞാൻ ഒന്നും കൂടി കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്നും കൂടി ചൂടാകാൻ വെക്കുന്നുണ്ട്. നമുക്കിനി എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവാള, വറ്റൽമുളക്, കറിവേപ്പില എല്ലാം നമുക്കൊന്നും കൂടെ തക്കാളി ഒന്നും ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊന്ന് കുറച്ച് വറ്റൽമുളക് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട, ജസ്റ്റ് ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് കോരിയിങ്ങെടുക്കാം. നമ്മുടെ സവോളയും തക്കാളിയും ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. തണുത്തതിന് ശേഷം മിക്സിയിലെ ജാറിലേക്ക് നമുക്ക് വറ്റൽമുളകും നമ്മുടെ മിക്സും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചിങ്ങെടുക്കാം. സെയിം ഫ്രൈങ് പാൻ തന്നെ വീണ്ടും ഗ്യാസ് സ്റ്റൗവിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം.
നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന മുട്ടയുടെ റോസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിങ്ങെടുക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പത്തിനും പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഒപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാകുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.